ഹലോ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്കറിയാം ഫേസ് പാക്കുകൾ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫേസ് പാക്കുകൾ തന്നെ പലതരം ഫേസ് പാക്കുകൾ ഇപ്പം അവൈലബിൾ ആണല്ലേ. മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ് വാങ്ങാൻ കിട്ടും. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് പാക്കുകൾ ഒരുപാട് എണ്ണം ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകണം നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് തക്കാളി അല്ലേ. അപ്പോൾ തക്കാളി വെച്ചിട്ട് പലർക്കും പല റിസൾട്ടാണ് വേണ്ടത്. അപ്പം പല സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടും അതേപോലെ പല റിസൾട്ടുകൾ തരുന്നതുമായിട്ടുള്ള കുറച്ച് ഫേസ് പാക്കുകളാണ് ഇന്നിവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഓരോന്നിനും ഡെമോ കാണിച്ചിട്ട് അതായത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാതെ എന്തൊക്കെയാണ് മിക്സ് എന്നൊക്കെ കാണിക്കുമ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയല്ലാണ്ട് ജസ്റ്റ് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ വീഡിയോ ആക്കാണ്ട് നമുക്ക് ഷോർട്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇത് ഫുള്ളായിട്ട് കാണാം. പലതരം ഫേസ് പാക്കുകളാണ്, നമ്മൾ തക്കാളി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളാണ് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്തായിരിക്കും? തക്കാളി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഇത്ര സമയം വരെ ഇടാന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് എന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷെ ഒരിക്കലും ഫേസ് പാക്ക് ഫുൾ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ ആക്കും, ഇങ്ങനെ വലിഞ്ഞു വരികയും അങ്ങനെ ആവാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എപ്പോഴാണോ ഫേസ് പാക്ക് ഒന്ന് ഉണങ്ങി അതിൻ്റെ കളർ ഇങ്ങനെ മാറുമല്ലോ ഉണങ്ങുമ്പോൾ, ആ ഉണക്കം വരുന്ന സമയത്ത് ഫേസ് കഴുകണം. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിങ്കിൾസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫേസിൽ നിന്ന് ഈ ഫേസ് പാക്ക് എപ്പോഴാണോ ഉണങ്ങി വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഫേസ് കഴുകുക. അല്ലാണ്ട് ഇത് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതിനെക്കൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം നിങ്ങൾക്ക് ഉണങ്ങുന്നത് വരെ കുറേ നേരം ഇരുന്നാലും കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ? ഈ തക്കാളി. അപ്പോൾ തക്കാളി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണം. ഈ ഗ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് വെളുക്കാനല്ല കേട്ടോ, ഒരു ഗ്ലോ ഒരു കുറച്ചൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ഗ്ലോ ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ഫേസ് പാക്ക് ആണെന്നാണ് ഇപ്പോൾ തക്കാളീൻ്റെ കൂടെ നല്ല പഴുത്ത പപ്പായ, അതായത് കർമൂസ എന്ന് പറയും. ഈ പപ്പായ എന്താക്കുക, 2 സ്പൂണ് പഴുത്തതിൻ്റെ 2 സ്പൂണ് നന്നായിട്ട് ഉടച്ചിട്ടുള്ള അതും 1 സ്പൂണ് തേനും കൂടി മിക്സ് ചെയ്യുക. ഈ എല്ലാ തക്കാളിയും ഹാഫ് തക്കാളി എടുത്താൽ മതി, ഫുള്ളായിട്ട് എടുക്കണം എന്നില്ല. ഈ ഹാഫ് തക്കാളീൻ്റെ കൂടെ 2 സ്പൂണ് പപ്പായയും 1 സ്പൂണ് തേനും കൂടി എന്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. എപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഉണങ്ങുന്നു അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇത് വീക്കിൽ ഒരു വട്ടം ചെയ്യുന്നതാണ്. വരുന്നത് ഫേസ് വൈറ്റനിങ് ആണ്. ഫേസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി തക്കാളീൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കേണ്ടത് 1 സ്പൂണ് പാലും 2 സ്പൂണ് മുൾട്ടാണി മിട്ടിയുമാണ് ആഡ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ഹാഫ് തക്കാളി, 2 സ്പൂണ് മുൾട്ടാണി മിട്ടി, 1 സ്പൂണ് പാല് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. മുൾട്ടാണി മിട്ടി ഫേസ് സ്കിൻ ടൈറ്റനിങ് എഫക്റ്റും കൂടിയാണ് മുൾട്ടാണി മിട്ടി. അപ്പം സ്കിന്നൊന്ന് സാഗ് ആവുന്നുണ്ട്. ഒരു 30s ഒക്കെ കഴിഞ്ഞവർക്ക് ഇത് 2 ദിവസം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾ 20s ആണെങ്കിൽ വീക്കിലി ഒരു വട്ടം വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മുൾട്ടാണി മിട്ടി എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്യൂട്ടി സ്റ്റോഴ്സിലും മുൾട്ടാണി മിട്ടി അവൈലബിൾ ആണ്. ഇത് ഫുള്ളേഴ്സ് എർത്ത് എന്നും പറയും. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു പകുതി തക്കാളീൻ്റെ കൂടെ നിങ്ങൾക്ക് പകുതി പഴം, അതായത് നിങ്ങൾക്ക് റോബസ്റ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധാ നേന്ത്രപ്പഴം തന്നെ നല്ല പഴുത്തത്, ഞാൻ പ്രിഫർ ചെയ്യുക റോബസ്റ്റ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പകുതി നല്ല പഴുത്തത് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒലീവ് ഓയിലിൻ്റെ ഹാഫ് ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണിലെ ഹാഫ് ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ എത്ര ഡ്രോപ്സാണ് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ വേണ്ടത്, അതും കൂടി യൂസ് ചെയ്യാം. അപ്പം ഒലീവ് ഓയിലും പിന്നെ പഴം പിന്നെ ഹാഫ് തക്കാളിയും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ ഡ്രൈ സ്കിന്നിനെ മാറ്റാൻ വേണ്ടിയിട്ട്, നല്ല ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. അടുത്തത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ്. നമ്മൾ തക്കാളി വെച്ചിട്ട് ഹാഫ് തക്കാളിയും
പിന്നെ നിങ്ങൾക്ക് ഓട്സ് ഇല്ലേ, ഓട്സ് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് വെക്കുക. ഇത് പലതിനും ഹെൽപ്ഫുൾ ആണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പം ഓട്സ് 1 ടേബിൾ സ്പൂൺ ഓട്സും അതേപോലെ തന്നെ കുക്കുംബർ ഇല്ലേ, ഹാഫ് കുക്കുംബർ ജ്യൂസായിട്ട്, ഹാഫ് ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് 3-4 സ്ലൈസ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ആഡ് ചെയ്യുക, മീൻസ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ ഓയിലി ആയിട്ടുള്ളൊരു ഫേസ് ഉണ്ടാവില്ല, ആ ഓയിലിനെസ് പോക്കാൻ വേണ്ടിയിട്ട് ഇതിന് കൂടെ ഇത്തിരി ഒരു മുൾട്ടാനി മിട്ടി ഇട്ടാലും നിങ്ങൾക്ക് ആ ഒരു ഓയിലി ഫേസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതും നിങ്ങൾക്ക് വീക്ക്ലി 2 ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി 1 ചെയ്താലും കുഴപ്പമില്ല, 2 ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഓയിലി സ്കിന്നുകാർക്കുള്ള ഫേസ് പാക്ക്. ഇനി നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടണമെന്നാണെങ്കിൽ നിങ്ങളൊരു ഹാഫ് തക്കാളിനെ കൂടെ അലോവേര ജെൽ ഉണ്ടല്ലോ, അലോവേരേൻ്റെ പ്ലാന്റ് എന്നുള്ള പൾപ്പ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അലോവേര ജെല്ല് 1 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഇത് ഡ്രൈ ആവില്ല സ്കിന്ന്. ഇതൊരു 10 to 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം മുഖം കഴുകി കളയുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ, ടാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കരിവാളിപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വെറുതെ ഒന്ന് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ റൗണ്ടായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ല ടാൻ ഉള്ളവർക്കാണെങ്കിൽ ഈ തക്കാളീൻ്റെ പകുതിൻ്റെ കൂടെ ഇത്തിരി ഒരു നുള്ള് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. അതിനൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കടലപ്പൊടിയോ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി കടലപ്പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ ടാൻ പോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നിങ്ങൾക്ക് ആക്നി, പിമ്പിൾസ്, അതേപോലെ ആക്നി സ്കാർസ് ഒക്കെ ഉള്ള മുഖമാണെങ്കിൽ, പിമ്പിൾസ് ഒക്കെ വന്നതിന് മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പകുതി തക്കാളിൻ്റെ കൂടെ പുതിനയില അരച്ചിട്ട് അതും മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് വളരെ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ടിയാക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൾട്ടാനി മിട്ടിയോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കടലപ്പൊടിയോ ഇടാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാരാണ്, ഓയിലി സ്കിന്നുകാർക്കാണ് അധികം ഈ പിമ്പിൾസ് വരിക. അപ്പോൾ കടലപ്പൊടി ഇടുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങളെ പിമ്പിൾസ് ആണെങ്കിലും ആക്നി മാർക്സ് പോക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പം പുതിനയിലയും പിന്നെ നമ്മുടെ തക്കാളിയും മറക്കണ്ട. പിന്നെ ബ്ലാക്ക് ഹെർഡ്സ്, വൈറ്റ് ഹെർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർലറിൽ പോയിട്ട് നിങ്ങളൊരു ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്ക്രബ് എന്ന് പറയുന്നത് തക്കാളി എടുത്തിട്ട് തക്കാളി പകുതി കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര തൂവിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ബ്ലാക്ക് ഹെർഡ്സും വൈറ്റ് ഹെർഡ്സും പോക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ബ്ലാക്ക് ഹെർഡ്സും വൈറ്റ് ഹെർഡ്സും ഉള്ളവർക്ക് തക്കാളി പ്ലസ് ഷുഗർ ആഡ് ചെയ്യാം. ഫേസ് ബ്ലെമിഷസ് ഉണ്ട്, അതായത് നമുക്കിങ്ങനെ എനിക്കിവിടെ ഉണ്ട് ഒരു പിഗ്മെൻറ്റേഷൻ പോലെ കളർ ഡിഫറൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ബ്ലെമിഷസ് ഉള്ളവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാഫ് തക്കാളിൻ്റെ കൂടെ യോഗട്ട്, അതായത് നമുക്ക് കട്ട തൈരും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ഇത് ഡെയിലി ചെയ്തതിനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഇത് റെഗുലറായിട്ട് ചെയ്താൽ മാത്രമുള്ള ആ ഒരു ഡിസ്കളറേഷൻ മാറി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യുക. ഇത് കുറേ നേരം വെക്കണം, ഒരു 10 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് നല്ല ക്ലിയർ സ്കിൻ കിട്ടണം എന്നാണെങ്കിൽ അത് ഏത് സ്കിൻ ടൈപ്പുകാർക്കാണെങ്കിലും പറ്റുന്ന ലാസ്റ്റ് ടിപ്പാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ഈ ഒരു ഹാഫ് തക്കാളിൻ്റെ കൂടെ, അതായത് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എങ്ങാനും വീട്ടിൽ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ബാക്കി ഇങ്ങനെ ചെറിയിട്ട് അതിൻ്റെ ലാസ്റ്റ് മീൻസ് കുറച്ച് അവോക്കാഡോൻ്റെ നമ്മൾ ബട്ടർ ഫ്രൂട്ടിൻ്റെ ഉള്ളിത്തതും ആ പൾപ്പും പിന്നെ തക്കാളിൻ്റെ പകുതിയും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ബ്രൈറ്റ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും 10 ഫേസ് പാക്കുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ഇത് ഡെമോ കാണിക്കുക. എനിക്ക് വേണമെങ്കിൽ ഇത് ഓരോരോ വീഡിയോ ആയിട്ട് ഇടായിരുന്നു, പക്ഷെ അങ്ങനെ ഇടുമ്പം അതൊരു നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഇങ്ങനെ ഡെമോ കാണിച്ച് അപ്ലൈ ചെയ്യുന്നതാണോ ഇഷ്ടം എന്നുള്ളത് എന്താണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫേസ് പാക്കുകളെ പറ്റി പറയാൻ വേണ്ടി പറ്റും. ഒരുപാട് പേർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം ഓരോരോ വീഡിയോ ഇടുമ്പോൾ കുറേ വീഡിയോസ് കൂടും എനിക്ക്, പക്ഷെ അത് റിപ്പീറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുക. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.